we will start with biochemistry. First module, water. ഇതിലെ physical and chemical properties of water ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. Water, elixir of life and the great mother of all organisms. Water ഇല്ല എങ്കിൽ ലൈഫ് തന്നെ ഉണ്ടാവില്ല. സോ elixir of life, അമൃതമായിട്ടാണ് വാട്ടറിനെ കണക്കാക്കുന്നത്. Water is the most abundant and the most indispensable constituent of the living matter. ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വാട്ടർ. എല്ലാ ലൈഫ് പ്രോസസ്സിനും ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആണ് വാട്ടറിനുള്ളത്. Nearly 65 to 95% of the living matter is water. ഏകദേശം 65 to 95% ലിവിങ് മാറ്ററിലും വാട്ടർ ആണ് ഉള്ളത്. Then properties of water. വാട്ടറിന് യുണീക്ക് ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, വാട്ടർ ഹാസ് ഹൈ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. വാട്ടർ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറാൻ എടുക്കുന്ന എനർജിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. വാട്ടറിന് മറ്റ് സബ്സ്റ്റൻസിനെ അപേക്ഷിച്ച് ഹൈ ആണ്. ദെൻ ബയോളജിക്കലി ഇതിന്റെ സിഗ്നിഫിക്കൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. സോ ഇറ്റ് ഹെൽപ്സ് ഓർഗാനിസംസ് ടു റെഗുലേറ്റ് ദയർ ബോഡി ടെമ്പറേച്ചർ. അടുത്തത് ഹൈ സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് ആണ്. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അതും വാട്ടറിന് ഹൈ ആണ്. ദെൻ ഹൈ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. 1 ഗ്രാം ലിക്വിഡിനെ ഗ്യാസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. 1 ഗ്രാം ലിക്വിഡിനെ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി, അതാണ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതും വാട്ടറിന് ഹൈ ആണ്. ദെൻ ഹൈ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ഡെൻസിറ്റി, ഇതെല്ലാം ഹൈ ആണ്. ദെൻ ഹൈ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. അൺലൈക്ക് ചാർജസിന്റെ അട്രാക്ഷനെ, അൺലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസിന്റെ അട്രാക്ഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അതും വാട്ടറിന് ഹൈ ആണ്. അൺലൈക്ക് ചാർജസിന്റെ അട്രാക്ഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. ദെൻ ഹൈ വിസ്കോസിറ്റി, കൊഹസീവ്നെസ്, ഹൈ സർഫസ് ടെൻഷൻ, ദെൻ ടെൻസൈൽ സ്ട്രെങ്ത്, ഇതെല്ലാം ഹൈ ആണ്. ദെൻ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ ട്രാൻസ്മിഷൻ ഓഫ് വിസിബിൾ ലൈറ്റ്, എന്നൊക്കെയാണ് യുണീക്ക് ആയിട്ടുള്ള വാട്ടറിന്റെ പ്രോപ്പർട്ടീസ്. Properties of water significant in biological process. In the biological process in the significant ആയിട്ടുള്ള properties. First one, water is a polar molecule. Charged molecule ആണ്. Water is a polar molecule. Water molecules ന്റെ structure നോക്കിയാൽ അതിന് asymmetric ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതില് ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട്, അതായത് ഈ ബോണ്ട് ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് കോവാലന്റ് ബോണ്ടാണ്, ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഇനി ഈ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എത്രയാണ്? 104.5. ഇതിന് 104.45, 104.5 ഡിഗ്രി ആണ് ഇവ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ. ഈ ഒരേ ഹൈഡ്രജൻ ഒരേ ചാർജ് ആയതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള റിപ്പൽഷൻ, അതായത് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജാണ് ഈ 2 ഹൈഡ്രജനും. സോ അവർ തമ്മിലുള്ള റിപ്പൽഷൻ കൊണ്ടാണ് ഈ ബോണ്ട് ആംഗിൾ 104.5 ആയിട്ട് കൂടാനുള്ള കാരണം.
Then water molecules are electrically polar. ഇവിടെ ഓരോ മോളിക്യൂൾസും ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണെന്ന് പറയാം. ഡൈപോൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഒരേ മോളിക്യൂളിൽ വരുന്നതിനാണ് ഡൈപോൾ എന്ന് പറയുന്നത്. So water molecules are electrically polar and each molecule is an electric dipole with electropositive and electronegative regions. ശരിക്കും കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. പക്ഷെ ഇവിടെ അൺഈക്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത്. ഇവിടെ ഓക്സിജൻ ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആണ്. ആൻഡ് ഹൈഡ്രജൻ ആറ്റത്തിന് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഹൈഡ്രജൻ ആറ്റത്തിന് അതിലേക്ക് അട്രാക്ട് ചെയ്യാം. സോ അൺഈക്വൽ ഷെയറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. സോ the region around it gets partial negative charge. So oxygen ചുറ്റുമുള്ള region എന്താവും, partial negative charge, and on the other hand the region around the hydrogen atom get a partial positive charge. ഇത് ഹൈഡ്രജൻ ആറ്റത്തിനെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് കോവാലന്റ് ബോണ്ട് ആണെങ്കിലും അൺഈക്വൽ ഷെയറിംഗ് ആണ് നടക്കുന്നത്. ഓക്സിജൻ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജുമാണ് ഇവിടെ കിട്ടുന്നത്. ഇനി ഒരു വാട്ടർ മോളിക്യൂളിന്റെ ഓക്സിജനും മറ്റൊരു വാട്ടർ മോളിക്യൂളിന്റെ ഹൈഡ്രജനും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു വാട്ടർ മോളിക്യൂളിന്റെ ഓക്സിജനും അതേ വാട്ടർ മോളിക്യൂളായിട്ടല്ല മറ്റൊരു വാട്ടർ മോളിക്യൂളിന്റെ ഹൈഡ്രജനും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അടുത്തൊരു പ്രോപ്പർട്ടി നോക്കാം. വാട്ടർ is a universal solvent. The bipolar or dielectric water molecules can electrostatically bind with the positively and negatively charged group. This ability provides water unusual solvent properties and enable it to serve as a universal polar solvent. In a bipolar ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസിന് മറ്റ് ചാർജ് ഗ്രൂപ്പ്സ് ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്കലി ബൈൻഡ് ചെയ്യാൻ സാധിക്കും. So this enable it to serve as a universal polar solvent. Then water has a tendency to cause some amphipathic molecules to form micelles. Micelle formation. ഹൈഡ്രോഫോബിക് ആൻഡ് ഹൈഡ്രോഫിലിക് പാർട്ടുള്ള മോളിക്യൂളിനെയാണ് നമ്മൾ ആംഫിപതിക് മോളിക്യൂൾ എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രോഫിലിക്കും ഹൈഡ്രോഫോബിക്കും ആയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് ആംഫിപതിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ആംഫിപതിക് മോളിക്യൂൾ. ആംഫിപതിക് മോളിക്യൂൾസിന് എന്താ സംഭവിക്കുക? സോ ദ വാട്ടറിന്റെ പ്രസൻസിൽ ഈ ആംഫിപതിക് മോളിക്യൂളിന് മീസെൽ ഫോം ചെയ്യാൻ സാധിക്കും. ഈ മീസെൽ ഫോർമേഷന്റെ സമയത്ത് എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള നോൺ പോളാർ പോർഷൻ അകത്തേക്ക് കണ്ടോ, അകത്തേക്ക് ഈ ലിപ്പിഡ് ബൈലെയർ ആണ്, ലിപ്പിഡ് പോർഷൻ ആണ് കാണുന്നത്. ഒരു ലിപ്പിഡിന്റെ നോൺ പോളാർ പോർഷൻ അകത്തേക്കും പോളാർ റീജിയൻ പുറത്തേക്കുമായിട്ട് അറേഞ്ച് ചെയ്യും. And this tendency of water is important in the formation of biomembranes in living cell. ലിവിങ് സെല്ലിന്റെ ബയോമെംബ്രെയിൻസ് ഫോം ചെയ്യാനായിട്ട് ഈ പ്രോപ്പർട്ടി ഹെൽപ്പ് ചെയ്യും. ഇവിടെ പോളാർ റീജിയൻ ആയിരിക്കും പുറത്ത്, അപ്പോൾ അവിടെ പോളാർ ആയിട്ടുള്ള പോർഷൻ ഫേസ് ചെയ്ത് നിൽക്കും, നോൺ പോളാർ ആയിട്ടുള്ള പോർഷൻ അകത്തേക്കും ഫേസ് ചെയ്ത് നിൽക്കും. പോളാർ ആയിട്ടുള്ള പുറത്തേക്കും നോൺ പോളാർ ആയിട്ടുള്ളത് അകത്തേക്കും. അടുത്ത പ്രോപ്പർട്ടി, വാട്ടർ ഈസ് ആൻ ആംഫോടെറിക് മോളിക്യൂൾ. ആംഫോടെറിക് വാട്ടറിന് ഡിസോസിയേറ്റ് ചെയ്താൽ ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ സാധിക്കും. സോ അതിനെയാണ് ആംഫോടെറിക് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ആക്ട് ആസ് an acid by donating a proton. ഒരു പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്ത് ആസിഡ് ആയിട്ടും ഒരു പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്ത് H3O ലെസ് എന്ന് പറയുന്ന അക്സെപ്റ്റ് ചെയ്ത് ഒരു ബേസ് ആയിട്ടും ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. Then water is a dissociating agent.
വാട്ടർ സ്വയം ഡിസോസിയേറ്റ് ചെയ്യുന്ന പോലെ മറ്റ് സബ്സ്റ്റൻസിന്റെ ഡിസോസിയേഷനെ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. സോ കോമൺലി കോൾഡ് weak electrolytes. Water has a strong force of intermolecular attraction. Water molecules have three important properties, namely highly intermolecular attraction ulla molecule aanu water ennu parayunnathu. Adinu moonu properties are important properties. Water is has a strong affinity for each other and also for other dipolar molecules, high degree of interaction with one another, and a very great power for hydrogen bonding between themselves. Hydrogen bond form ചെയ്യാൻ പറ്റും, മറ്റ് സബ്സ്റ്റൻസ് ആയിട്ട് high degree of interaction ആയിരിക്കും, then strong affinity ആയിരിക്കും for each other and for other dipolar molecules. Okay. ഒരു വാട്ടർ മോളിക്യൂളിന് 4 മറ്റ് വാട്ടർ മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്യാൻ സാധിക്കും. നോക്കി, ഇത് ഒരു വാട്ടർ മോളിക്യൂൾ, ഇതിന് മറ്റ് 4 വാട്ടർ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ത്രൂ ഹൈഡ്രജൻ ബോണ്ട്. ഫസ്റ്റ് ഹൈഡ്രജൻ ബോണ്ട്, സെക്കൻഡ് ബോണ്ട്, തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ. ഇനി ടെട്രാഹെഡ്രൽ അറേഞ്ച്മെന്റ്. ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ടെട്രാഹെഡ്രൽ അറേഞ്ച്മെന്റ്. And this forms a molecular aggregate of 5 water molecules. Total 5 water molecules ചേർന്നിട്ടുള്ള ഒരു molecular aggregate form ചെയ്യും. And several molecular aggregates in turn binds together to form a huge supermolecule. ഇതുപോലെ ഒരുപാട് molecular aggregates കൂടി ചേർന്നിട്ടൊരു സൂപ്പർ മോളിക്യൂൾ ആയിട്ട് ഫോം ചെയ്യും. ഹ്യൂജ് സൂപ്പർ മോളിക്യൂൾ. ഈ സൂപ്പർ മോളിക്യൂളിന്റെ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആണ് ആൻഡ് ഷോർട്ട് ലിവിങ്. ഏകദേശം 10 to -11 seconds ആണ്. ഇത് ബ്രേക്ക് ചെയ്യുകയും റീഫോം ചെയ്യുകയും ചെയ്യും പെട്ടെന്ന്. സോ hence molecular aggregate of water are often called flickering clusters of water molecule. എപ്പോഴും ബ്രേക്ക് ചെയ്യുകയും റീഫോം ചെയ്യുന്നതുകൊണ്ട് ഇത് ഫ്ലിക്കറിംഗ് ക്ലസ്റ്റേഴ്സ് ഓഫ് വാട്ടർ മോളിക്യൂൾ എന്നാണ് പറയുന്നത്. Then low power to undergo ionization. Ionization power is very low. Water na H2O break ചെയ്ത് H plus OH minus ഒക്കെ ആയിട്ട് ഫോം ചെയ്യാം. But only a very small portion of the water molecules remain in the ionized state. So the concentration H plus and OH minus would be extremely low. Even this low concentration can profoundly influence almost all molecular interactions within the cell. It influences the structure, self-assembly, and properties of all cellular components, including enzymes, structural proteins, lipids, and nucleic acids. ഇപ്പം അയനൈസേഷൻ വളരെ കുറവാണ്. എന്നാലും ആ കുറഞ്ഞ അളവിലുള്ള അയനൈസ്ഡ് പ്രൊഡക്ട്സും ഈ സെല്ലിനകത്ത് ഒരുപാട് ചേഞ്ചസ് വരുത്താനായിട്ട് കഴിയും. Then biological functions of water. Serve as an excellent solvent for dissociation and stabilization of ionic and polar molecules. ഒരു excellent solvent ആണ്. Then serve as an ideal medium for enzymatic reactions, transfer of energy and transport of substance. Enzymatic reactions in the reactions എനർജി ട്രാൻസ്ഫറിന്, ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസിനൊക്കെ ഒരു ഐഡിയൽ മീഡിയമാണ് വാട്ടർ. ദെൻ ഫോംസ് ദ ഡിസ്പെർഷൻ മീഡിയം ഫോർ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഓഫ് ദ ലിവിംഗ് മാറ്റർ. ദെൻ hydrate cellular constituents and thereby maintain cell shape and intercellular pressure. സെൽ ഷേപ്പും ഇന്റർസെല്ലുലാർ പ്രഷറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ എൻസൈം ആക്ഷൻസ്. എൻസൈം ആക്ഷൻസിനൊക്കെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. Then serve as a substrate in the synthesis of biological compounds and serve as a substrate in bond breaking process. അതായത് സിന്തസിസ് പ്രോസസ്, കാറ്റബോളിക് പ്രോസസ്സിനായാലും ബോണ്ട് ബ്രേക്കിംഗ് പ്രോസസ്
synthesis anabolic process and breaking ആണ് catabolic process എന്ന് പറയുന്നത്. both processനും വേണ്ടിയിട്ട് എന്താ water help ചെയ്യുന്നുണ്ട്. serve as a powerful ionizing agent. Powerful ആയിട്ടുള്ള ionizing agent ആണ്. Then function as a temperature stabilizer by the uptake, conservation, distribution and release of heat. Temperature stabilizer ആയിട്ട് act ചെയ്യും. Then provides hydrogen ions for energy conversion during photosynthesis. Photosynthesisന്റെ സ്റ്റേജസിലേക്ക് ഫസ്റ്റ് പ്രോസസ്സിൽ തന്നെ നമ്മുടെ ഹൈഡ്രജൻ അയോൺസിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ATP സിന്തസിസിനൊക്കെ വേണ്ടിയിട്ട് ഹൈഡ്രജൻ അയോൺസിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും വാട്ടർ ആവശ്യമാണ്. സോ ഇതാണ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ.